പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ് തൃശൂർ റോഡ് ഇരിഞ്ഞാലക്കുട. ഇരിഞ്ഞാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിഞ്ഞാലക്കുട. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഉജ്ജ്വല വിജയത്തിന് നന്ദി രേഖപ്പെടുത്തി അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLA. കാറളം ഗ്രാമപഞ്ചായത്തിലെ ചെമ്മണ്ടയിൽ നിന്നും ആരംഭിച്ച പര്യടനം പൂമംഗലം ഗ്രാമപഞ്ചായത്തിലെ ആയ്ക്കരക്കുന്നിൽ സമാപിച്ചു. പര്യടന പരിപാടി മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സതീഷ് വിമലൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷാറ്റോ കുര്യൻ, മണ്ഡലം പ്രസിഡന്റുമാരായ ബാസ്റ്റിൻ ഫ്രാൻസിസ്, AP വിൽസൺ, AI സിദ്ധാർത്ഥൻ, NC ശ്രീകുമാർ, കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മിനി മോഹൻദാസ്, ജില്ലാ സെക്രട്ടറിമാരായ സേതുമാധവൻ പറയംവളപ്പിൽ, സിജോയ് തോമസ്, റോക്കി ആളൂക്കാരൻ എന്നിവർ പ്രസംഗിച്ചു. വരദാനങ്ങളുടെ നാട്ടിലെ മനുഷ്യ സ്നേഹിയായ തോമസ് ഉണ്ണിയാടൻ ജനങ്ങളുടെ മനസ്സിന്റെ മലർവാടിയിൽ മാണിക്യക്കും നന്ദിയുടെ 1000 വാടാമലരുകൾ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ തോമസ് ഉണ്ണിയാടൻ, ഇരിഞ്ഞാലക്കുടയുടെ സ്വന്തം തോമസ് ഉണ്ണിയാടൻ ഇതാ കടന്നു വരുന്നു. നേതൃത്വത്തിലുള്ള നമുക്കറിയാവുന്നത് നിങ്ങളൊക്കെ തന്നെ എങ്ങനെയാണ് നന്ദി പറയേണ്ടത് എനിക്കറിയില്ല. നിങ്ങൾ എത്രയോ ദർശനം രാത്രിയെന്നോ പകലെന്നോ ചൂടെന്നോ വ്യത്യാസമില്ലാതെ അക്ഷീണം പ്രവർത്തിച്ചാണ് എളിയവനെ എന്നെ വിജയിപ്പിച്ചെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഐക്യജനാധിപത്യ മുന്നണിയുടെ എല്ലാ നേതാക്കന്മാരോടും എല്ലാ സഹപ്രവർത്തകരോടും ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രിയപ്പെട്ട അനുഭാവികൾ, പ്രവർത്തകർ അവരും അക്ഷീണമായ പ്രവർത്തനം കാഴ്ചവെക്കുകയുണ്ടായി. അതുമാത്രമല്ല, ഐക്യജനാധിപത്യ മുന്നണി മനസ്സിൽ കൊണ്ടുനടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരിവിടെ നല്ല മാറ്റത്തിന് വേണ്ടി, കേരളത്തിൽ നല്ല മാറ്റത്തിന് വേണ്ടി എന്നെ സഹായിച്ചതായിട്ട് എനിക്കറിയാം. കൂടാതെ ഐക്യജനാധിപത്യ മുന്നണി വോട്ട് ചെയ്യാൻ കഴിയാത്ത ആൾക്കാരുമുണ്ട്. അവരെ പ്രത്യേകമായി ഓർക്കുകയാണ്. എല്ലാവർക്കും ഒരു സ്ഥാനാർത്ഥി വോട്ട് ചെയ്യാൻ കഴിയില്ല. പക്ഷെ അവർ നമ്മുടെ നാടിന്റെ പ്രിയപ്പെട്ട പുത്രന്മാരാണ്. എല്ലാവരും കൂടി ചേരുന്നതാണ് വെള്ളാനി, എല്ലാവരും കൂടി ചേരുന്നതാണ് ഇരിഞ്ഞാലക്കുട. ഞാൻ ഇരിഞ്ഞാലക്കുടയുടെ MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഇതിനുമ്പും തിരഞ്ഞെടുക്കപ്പെട്ട അവസരമുണ്ടോ നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവരുടെയും MLA ആയി പ്രവർത്തിക്കാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇനിയും അങ്ങനെ തുടരും. ഈ ഇരിഞ്ഞാലക്കുട നിയമമണ്ഡലത്തിലെ വെള്ളാനിയിലെ മുഴുവൻ ഭാഗം ആളുകളുടെയും MLA ഞാൻ. വായനക്കാരും എഴുത്തുകാരും കലാകാരന്മാരും കൂടി ചേരുന്ന സാംസ്കാരിക ഇടമായി വീട്ടിലെ ലൈബ്രറി വളർന്നു. ഇത് സാമൂഹ്യ പരിവർത്തനത്തിന്റെ മാതൃകയാണ്. സമത്വം, സ്വാതന്ത്ര്യം സങ്കല്പങ്ങൾ പ്രാവർത്തികമാക്കുമ്പോഴാണ് സാമൂഹികമായ സ്വാതന്ത്ര്യം അവകാശപ്പെടാനാകൂ. അത്തരത്തിൽ വീട്ടിലെ ലൈബ്രറി വളർന്നുവെന്നതിൽ ഏറെ അഭിമാനമുണ്ടെന്ന് വീട്ടിലെ ലൈബ്രറിയുടെ 2ാം വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കവിയും പ്രഭാഷകനുമായ PN ഗോപികൃഷ്ണൻ പറഞ്ഞു. വീട്ടിലെ ലൈബ്രറി അങ്കണത്തിൽ നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ റഷീദ് കാറളം അധ്യക്ഷത വഹിച്ചു. K ശ്രീകുമാർ, ആദിത്യൻ കാതിക്കോട്, സദു കളിമണ്ഡലം, പ്രൊഫസർ സാവിത്രി ലക്ഷ്മണൻ, സുലൈമാൻ സാജ്, അസീന ടീച്ചർ, AT നിരു, ഗീത പടിയത്ത്, ഉഷ വേണുഗോപാൽ എന്നിവർ പ്രസംഗിച്ചു. ഞങ്ങൾക്കും ഒരു അവകാശമുണ്ട് എന്ന കാര്യം ഏറ്റെടുത്തിട്ടാണ് ഈ മുട്ടിന് ലൈബ്രറി ഉണ്ടാക്കിയത്. ലോകത്തെ വികസിത രാജ്യങ്ങളിൽ പോയാൽ നിങ്ങളിത് കാണില്ല, കേരളത്തിലേ അത് കാണുള്ളൂ. വികസിത രാജ്യങ്ങൾ വലിയ ലൈബ്രറി ഒക്കെ ഉണ്ട്. എവിടെയാണ്? ഒന്നുകിൽ വലിയ യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ വലിയ പട്ടണങ്ങളുടെ അവർ നിർമ്മിച്ചിട്ടുള്ള ലൈബ്രറി, സ്പോൺസർ ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ലൈബ്രറി. ഇവിടെ അങ്ങനെയല്ല. പാവപ്പെട്ട മനുഷ്യർ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഈ വായന എന്ന് പറയുന്ന കാര്യത്തെ മാറ്റി. ഇത് ഉണ്ടായിരുന്നപ്പോൾ, ഇത് പ്രവർത്തിച്ചിരുന്നപ്പോൾ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും വർഗീയത ഉണ്ടായിരുന്നു? ഒരു വർഗീയത ഉണ്ടായിരുന്നില്ല, വർഗീയത ഉണ്ടാവില്ല. ഈ പൊതുസ്ഥലങ്ങൾ പതുക്കെ കുറഞ്ഞു വരുമ്പോൾ എന്തുണ്ടാവും? ഇപ്പുറത്ത്
ഞാൻ, എൻ്റെ ജാതി, നമ്മൾ എന്നൊക്കെ പറയുന്ന അപരര് എന്ന് പറയുന്ന ചിന്ത ഇങ്ങനെ വളർന്നു വരും. അപ്പോൾ ഈ ഇങ്ങനെ ചിന്ത വഹിക്കുന്ന ആൾ പുറമേക്ക് വലിയ എന്താ പറയുക, ചിലപ്പോൾ സാങ്കേതിക വിദഗ്ധനാവും, ഈ പറയുന്ന വലിയ ജോലി ഉണ്ടാവും, IT സെക്ടറിലൊക്കെ ജോലിയൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഉള്ള് കിടക്കുന്നത് ഈ പറയുന്ന വലിയ ഇരുട്ടിലാണ്. അപ്പം അതുകൊണ്ട് ഈ ഉള്ളിലെ ഇരുട്ടെന്ന് പറയുന്ന പ്രധാനപ്പെട്ടാണ്. ലോകത്തിപ്പോൾ നമ്മൾ AI പറ്റി സംസാരിക്കും, നമ്മുടെയൊക്കെ ആയുസ്. കുട്ടികളിലെ സർഗാത്മക കഴിവുകളെ കണ്ടെത്തി വളർത്തിയെടുക്കുന്നതിനും പാഠ്യരംഗത്ത് കരസ്ഥമാക്കിയ നേട്ടങ്ങളെ ആദരിക്കുന്നതിനുമായി ബാലവേദിയുടെയും AIYF, AISF കേരള മഹിളാ സംഘം കാറളം പഞ്ചായത്ത് കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ ബാലവേദി കലോത്സവവും ആദരസന്ധ്യയും സംഘടിപ്പിച്ചു. ബാലവേദി കലോത്സവം മതിലകം BRC അധ്യാപകൻ NC പ്രശാന്ത് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ആദരസന്ധ്യ തൃശൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK സുധീഷ് ഉദ്ഘാടനം ചെയ്തു. CPI മുൻ സംസ്ഥാന കൗൺസിൽ അംഗം TK ശ്രീകുമാർ, CPI മണ്ഡലം സെക്രട്ടറി NK ഉദയപ്രകാശ്, മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം KS ബൈജു, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി M സുധീർ ദാസ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രിയ സുനിൽ, ബിന്ദു പ്രദീപ്, റഷീദ് കാറളം, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രസീന അജയൻ എന്നിവർ പങ്കെടുത്തു. AIYF മണ്ഡലം സെക്രട്ടറി ശ്യാംകുമാർ PS സ്വാഗതവും AISF മണ്ഡലം സെക്രട്ടറി വിഘ്നേഷ് നന്ദിയും പറഞ്ഞു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.